ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ ഇടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ IPL നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 82 റൺസിന്റെ തകർപ്പൻ വിജയമാണ് SRHനെതിരെ സ്വന്തമാക്കിയത്. അതോടുകൂടെ പോയിന്റ് പട്ടികയിൽ 16 പോയിന്റുമായി വിരാജിക്കുകയാണ് ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ്. GT പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം IPL നാളിതുവരെ പ്ലേ ഓഫിലേക്ക് 16 പോയിന്റ് ലഭിച്ചിട്ട് ഒരു ടീം എത്തിപ്പെടാതെ പോയിട്ടില്ല. ശരിയാണ്, നെറ്റ് റേറ്റ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്ലേ ഓഫ് കാണാതെ അവർ പുറത്താവുകയും ചെയ്യുകയുള്ളൂ. സോ GTക്ക് ഇപ്പോൾ തന്നെ 2 കളികൾ ബാക്കി നിൽക്കെ തന്നെ 16 പോയിന്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണ എന്തായാലും പ്ലേ ഓഫ് കളിക്കും. പക്ഷെ ഇത്തവണ നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. കാരണം ഇനിയും 7 ടീമുകൾക്ക്, അതായത് എല്ലാ ടീമുകളും 11 മത്സരങ്ങൾ കളിച്ചു കഴിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും 7 ടീമുകൾക്ക് ഇനിയും പ്ലേ ഓഫിലേക്ക് എത്താമെന്ന് പറയുമ്പോൾ ഇത്തവണ നല്ല ടൈറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യെസ്, ഡൽഹി ക്യാപിറ്റൽസ്, മുംബൈ ഇന്ത്യൻസ്, LSG ഈ 3 ടീമുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ടീമുകൾക്കും ഇനിയും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും. കാരണം 16 അതിൽ കൂടുതലോ പോയിന്റുകൾ ഈ ടീമുകൾക്കൊക്കെ തന്നെ സ്വന്തമാക്കാനും കഴിയും. യെസ്, ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യത ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. MIയും LSGയും ഓൾറെഡി പുറത്തായി കഴിഞ്ഞതാണല്ലോ. ഡൽഹി ക്യാപിറ്റൽസിനും ഇനി പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. KKRലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് ടോപ്പ് 4 കാണാതെ പുറത്തു പോകുമെന്ന് പലരും വിലയിരുത്തിയ ടീമാണ് KKR. പക്ഷേ അവസാനം കളിച്ച 4 കളികളും വിജയിച്ചുകൊണ്ട് ശക്തമായൊരു തിരിച്ചുവരവ് അവരിപ്പോൾ നടത്തിയിട്ടുമുണ്ട്. ഇന്ന് ഏതായാലും KKRന് RCB ആണ് നേരിടാനുള്ളത്. അതെ, ഒരു വമ്പൻ പോരാട്ടമാണ്. കാരണം 2 ടീമുകൾക്കും വിജയിച്ചേ പറ്റൂ. KKR പരാജയപ്പെടുകയാണെങ്കിൽ ഏതാണ്ട് അവരും പുറത്തായി എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇനി ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും കൊൽക്കത്ത വിജയിക്കുകയാണെങ്കിൽ അവർക്ക് 17 പോയിന്റുമായി അനായാസം ടോപ്പ് 4 ഉറപ്പിക്കാൻ കഴിയും. ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ പുറത്തേക്ക് പോവേണ്ടി വരികയും ചെയ്യും. രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ കളിച്ച 11 കളികളിൽ 12 പോയിന്റുമായി അവരെ 6ാം സ്ഥാനത്താണുള്ളത്. ഇതേ നിലയിൽ തന്നെയാണ് CSKയും ഉള്ളത്. 11 കളികൾ 12 പോയിന്റ്. ഈ 2 ടീമുകൾക്കും ഇനി ബാക്കിയുള്ളത് 3 മത്സരങ്ങളാണ്. 3ലും വിജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ പ്ലേ ഓഫിൽ ഉണ്ടാവും. 2 മത്സരങ്ങൾ വിജയിച്ചാൽ തന്നെ 16 പോയിന്റ് ലഭിക്കും. CSK ആൻഡ് രാജസ്ഥാൻ റോയൽസ് ആർ ഇൻ ഹെവി കോമ്പറ്റീഷൻ സോൺ എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയും വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കളി പരാജയപ്പെട്ടാൽ തന്നെ അതിന് വലിയ തിരിച്ചടിയാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ 16 പോയിന്റ് ലഭിച്ചാലും ചിലപ്പോൾ നെറ്റ് റേറ്റ് ബാധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇത്തവണ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. സോ നെറ്റ് റേറ്റ് മെച്ചപ്പെടുത്തുക എന്നുള്ളതും ഓരോ ടീമിനും പ്രധാനമുള്ള കാര്യമാണ്. ഏതായാലും PBKസിലേക്ക് വരികയാണെങ്കിൽ അവർ സ്ട്രോങ് പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബട്ട് നോട്ട് സേഫ് യെറ്റ്. യെസ്, അതാണ് യാഥാർത്ഥ്യം. കാരണം പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഒരുപാട് നാളുകൾ വിരാജിച്ച PBKസ് ഇപ്പോൾ തുടർച്ചയായി 4 കളികളും പരാജയപ്പെട്ട് നിൽപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ അവർക്ക് അതിനിർണായകമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചാബിന് ഇനി ബാക്കിയുള്ള 3 മത്സരങ്ങളിൽ 2 വിജയിച്ചാൽ മാത്രമേ 16 പോയിന്റുകൾ പിന്നിടാൻ സാധിക്കുകയുള്ളൂ. 17 പോയിന്റ് ആവുകയുള്ളൂ. SRHലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ അവർ വമ്പൻ പരാജയമാണ് GTയോട് ഏറ്റുവാങ്ങിയത്. കളിച്ച 12 കളികളിൽ ഇപ്പോൾ 14 പോയിന്റുമായിട്ട് പോയിന്റ് പട്ടികയിൽ 3ാമതാണ് SRH ഉള്ളതും. SRHന് ഇനി ബാക്കിയുള്ള 2 കളികളെന്ന് പറയുന്നത് ഒന്ന് RCBയോടും 2 CSKയോടുമാണ്. അതായത് പ്ലേ ഓഫിനായിട്ട് ശക്തമായിട്ട് പോരടിക്കുന്ന 2 ടീമുകളോടാണ് SRHന് ഇനി കളിക്കാനുള്ളതും. ഒരു കളിയാണ് വിജയിക്കുന്നതെങ്കിൽ തന്നെ 16 പോയിന്റുകൾ ലഭിക്കും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ നല്ല ടൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ 16 പോയിന്റ് ലഭിച്ചാലും പ്ലേ ഓഫിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം നെറ്റ് റേറ്റ് വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പല ടീമുകൾക്ക് മുമ്പിലും കാണുന്നത്. ഏതായാലും RCBയിലേക്ക് വരികയാണെങ്കിൽ കളിച്ച 11 കളികൾ 14 പോയിന്റ്, 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. 2 വിജയിച്ചാൽ തന്നെ 18 പോയിന്റ് ആവും. പക്ഷേ ഒരു മത്സരമാണ് വിജയിക്കുന്നതെങ്കിൽ നെറ്റ് റേറ്റ് ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ IPL സമവാക്യങ്ങൾ മാറി മറിയുകയാണ്. വളരെ ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് എന്തൊരു കംബാക്കാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച 12 കളികളിൽ 16 പോയിന്റാണ് അവർക്കുള്ളത്. അവരുടെ ബൗളർമാരൊക്കെ തീതുപ്പുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജെയ്സൺ ഹോൾഡർ കൂടി വന്നതോടുകൂടി അവരുടെ ടീം ഇപ്പോൾ വളരെ സെറ്റായിട്ടാണ് തോന്നുന്നതും. ബാറ്റിംഗിലെ മിഡിൽ ഓർഡറിൽ മാത്രമാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ വലിയ തോതിൽ കാണിക്കുന്നതും. ഗുജറാത്തിന് ഇനി 2 കളികളാണ് ബാക്കിയുള്ളത്. അതിൽ 2ലും പരാജയപ്പെട്ടാൽ പോലും GT പ്ലേ ഓഫ് കളിക്കാതെ പുറത്താവുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം 16 പോയിന്റുകൾ ഇപ്പോൾ തന്നെ അവർക്ക് ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നല്ല ടൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ 16 പോയിന്റും സേഫ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒഫീഷ്യലായിട്ട് GT പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും റിയലിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ ഗുജറാത്ത് ഇത്തവണ എന്തായാലും ടോപ്പ് 4ലേക്ക് കയറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ ടീമുകളായിരിക്കും ഇത്തവണ ടോപ്പ് 4 കളിക്കാൻ പോകുന്നത്? അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.